ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2302. ഏപ്രിൽ മാസം 20-ാം തീയതി. ഈ ആണ്ടിലെ 110-ാമത്തെ ദിവസത്തിലെത്തി. ഇങ്ങനെ ചില മനുഷ്യർ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് കേട്ടോ. ആരും അറിയാതെ, ഒരു പരിധിവരെ അവർ പോലും അറിയാതെ. ക്രിസ്തുയേശു പറഞ്ഞതുപോലെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതെ, ഇടത് കൈയെ അറിയിക്കാതെ. അങ്ങനെ ചില മനുഷ്യരുണ്ട് നമുക്കിടയിൽ. അവർ ഒരിക്കലും ഇരുട്ടിനെ പഴിക്കുന്നില്ല, പരമാവധി സ്വയം പ്രകാശിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഒന്നും അവര് ശഠിക്കുന്നില്ല, പറ്റാവുന്നത്രയൊക്കെ നന്മ ചെയ്യുന്നുണ്ട്. ആലോചിച്ചു നോക്കി, നമുക്കിടയിൽ നമ്മളാരും കണ്ടെത്താത്ത ക്രിസ്തുവിന്റെ മനസ്സുള്ള കുറച്ച് സാധാരണ മനുഷ്യർ. ഇനി നമുക്ക് പഴയ നിയമത്തിലെ ഏലിയ പ്രവാചകന്റെ അടുത്തൊന്നെത്തിയാലോ. പ്രവാചകനോട് ദൈവം ഒരു രഹസ്യം വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിനു വേണ്ടി നിലനിൽക്കുന്ന ആളായതുകൊണ്ട് ഏലിയ പ്രവാചകൻ വധിക്കപ്പെടണമെന്ന് ആ ദേശത്തിന്റെ രാജ്ഞി തീരുമാനിക്കുന്നു. ഏലിയ പേടിച്ച് ഒളിച്ചോടി ഒരു ഗുഹയിൽ പാർക്കുകയാണ്. അവിടെ വെച്ചാണ് ദൈവം ഏലിയായെ നേരിടുന്നത്. ഏലിയ, നീ ഇവിടെ എന്തു ചെയ്യുന്നു? ഞാൻ അവിടുത്തോടുള്ള തീഷ്ണതയിൽ ജ്വലിക്കുകയാണ് എന്നാണ് ഏലിയയുടെ മറുപടി. എന്നിട്ട് അയാള് ദൈവത്തോട് ഇങ്ങനെ സങ്കടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ദൈവത്തോട് ഇങ്ങനെ പരാതി പറയുന്നുണ്ട്. ഇസ്രായേൽ ജനം ദൈവമേ അവിടുത്തെ ഉടമ്പടി ലംഘിച്ചെന്ന്. അവർ അങ്ങയുടെ ബലിപീഠങ്ങൾ തകർത്തെന്ന്, അങ്ങയുടെ പ്രവാചകന്മാരെ വധിച്ചെന്ന്. പ്രവാചകൻ കൂട്ടിച്ചേർക്കാൻ ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. അവർ എന്റെ ജീവനെ വേട്ടയാടുക. അപ്പോഴാണ് ആ രഹസ്യം ദൈവം വെളിപ്പെടുത്തിയത്. എന്താണ്? ബാലിന്റെ മുമ്പിൽ മുട്ടുമടക്കുകയോ അവനെ ചുംബിക്കുകയോ ചെയ്യാത്ത 7000 ആളുകളെ ഞാൻ ഇസ്രായേലിൽ അവശേഷിപ്പിച്ചിട്ടുണ്ട്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം വായിക്കേണ്ടതാണ്. അതെ, അവരെ ആരും തിരിച്ചറിയുന്നില്ല. എങ്കിലും എല്ലാ കാലവും ഇങ്ങനെ കുറെ പേർ ദൈവം തനിക്ക് വേണ്ടി, ദൈവത്തിനു വേണ്ടി മാറ്റി നിർത്തുന്നുണ്ട്. വരണ്ട ഭൂമിയിലെ മുള പോലെ അവർ ദൈവത്തിനു മുമ്പിൽ ജീവിക്കുന്നുണ്ട്. അവരുടെ കൂടെ ഞാനുണ്ടാവുമോ? നമ്മളുണ്ടാവുമോ? ഏലിയാവിനെ ഇങ്ങനെ രഹസ്യം വെളിപ്പെടുത്തുക മാത്രമല്ലായിരുന്നു, ഒരു തെറ്റിദ്ധാരണയെ നന്നായിട്ടൊന്ന് തിരുത്തുകയും കൂടിയായിരുന്നു. നമ്മുടെ തെറ്റിദ്ധാരണകൾ തിരുത്തപ്പെടട്ടെ. പ്രാർത്ഥനയോടുകൂടി ആമേൻ.